ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസമായിട്ടോ ഡൈൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നല്ല തിരക്കുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ അസുഖവും കൂടെ വന്നതോടുകൂടി ഡൈൻ മൈ ലൈഫ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ എടുത്തു വെച്ച 2-3 റെസിപ്പി വീഡിയോ ഒക്കെ ഇട്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചാനൽ പുറകോട്ടടിക്കും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡൈൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആരുമില്ല, ഞാനും അനീഫ്ഖാൻ്റെ ചെറിയ പെങ്ങളും ഞങ്ങൾ 3 ആളാണ് പോണത്. മക്കളെയൊന്നും കൊണ്ടുപോകണില്ല. അവരെ കൊണ്ടുപോയാൽ പിന്നെ ഡ്രസ്സൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. അപ്പോൾ അവരൊക്കെ ക്ലാസ് പോയതിന് ശേഷം വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു അതിനേക്കാളും നല്ലത് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ നെയ്ച്ചോറ് വെക്കുകയാണ്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊരു ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്. നേരത്തെ പോയാലാണ് നമുക്ക് ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഇറങ്ങിയാലും നമ്മൾ നേരം വൈകുമല്ലോ. അപ്പോൾ അതിനായിട്ട് പെട്ടെന്ന് തന്നെ ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. കല്യാണം ജനുവരിയിലാണ് കേട്ടോ വരുന്നത്. പക്ഷേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അടുപ്പിക്കാനൊക്കെ കൊടുക്കാണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ എടുത്താലാണല്ലോ നമുക്ക് ഒക്കെ ഒന്ന് അടുപ്പിച്ചിട്ട് ഒക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നേരത്തെ ഇറങ്ങുന്നത്. പിന്നെ മക്കൾ സ്കൂളിലുള്ള സമയത്താണ് നമുക്ക് പോകാൻ നല്ലത്. അവരും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവരൊന്നും എടുക്കാൻ സമ്മതിക്കില്ല. എല്ലാത്തിനും അവരും കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് പോവുകയാണ് നല്ലത്. പിന്നെ അച്ഛന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. ഷിനുവിന് എക്സാം ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ക്ലാസ് ഉള്ളത്. അപ്പോൾ പിന്നെ അവൾ ഫുഡ് കഴിച്ചിട്ട് പോയിക്കോളും. പിന്നെ ഫിദുൻ ഇതൊക്കെ ക്ലാസ്സിൽ പോയിട്ടുണ്ടേ. പിന്നെന്താണെന്ന് വെച്ചാൽ അവർക്ക് വരുമ്പോഴേക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ തനിയെ എടുത്ത് കഴിച്ചോളും. സാദാ ചോറ് പച്ചക്കറി കറിയൊക്കെ ആണെങ്കിൽ എടുത്ത് കഴിക്കാൻ വലിയ മടിയായിരിക്കും. നെയ്ച്ചോറോ അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ ആണെങ്കിൽ പിന്നെ ഉണ്ടാക്കി വെച്ച് പോയി കഴിഞ്ഞാലും വന്നിട്ട് അവർക്ക് എടുത്ത് കഴിക്കാൻ നല്ല താല്പര്യമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കഴിച്ചു ചെയ്തോളും. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാനിതാ കണ്ടോ മസാലകളൊക്കെ പെട്ടെന്ന് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ നെയ്ച്ചോറായാലും ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റുമാണ്. ഇത് ഷീന് പോകുന്നതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ കുഴപ്പമില്ല, നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടെന്ന്. ഞാനിതിൻ്റെ റെസിപ്പി മുന്നേ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കട്ടോ. ഇങ്ങനെ കുക്കറിലൊക്കെ വേവിച്ചിട്ട് മസാലയൊക്കെ ഇങ്ങനെ വേവിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കാരണം മസാല ഒന്നും ഇങ്ങനെ എടുത്ത് കാണിക്കില്ല, സവാളയൊന്നും. നല്ല ടേസ്റ്റിയാണ്. മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ഇവിടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതൊരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ മുന്നേ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ദം ചെയ്ത വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം നല്ല തിരക്കിട്ടിട്ടുണ്ടാക്കിയതായിരുന്നു. കാരണം അനീഫ്ക്ക് അങ്ങനെ തിരക്ക് കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബിരിയാണിയൊക്കെ ദം ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഷിനുവിനൊക്കെ വിളമ്പി കൊടുത്തിട്ട് പിന്നെ അവൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സ്കൂളിൽ പോയി. കുറച്ച് നേരത്തെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. അങ്ങനെ അവൾ ഒക്കെ പോയതിന് ശേഷം പിന്നെ ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 ആളും പോവുകയാണ്. കോഴിക്കോടേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഒരു കടയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും വേറൊരു കടയിൽ കയറി നോക്കാമല്ലോ. അധികം ഡ്രസ്സ് എടുക്കാൻ പോവല് കോഴിക്കോട് തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് എടുക്കുന്നത് ഗൗൺ ടോപ്പ് തന്നെയാണ്. അപ്പോൾ അനീഫ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യം ഞാൻ മെറ്റീരിയൽ വാങ്ങിയിട്ട് അടുപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്രാവശ്യം നമുക്ക് റെഡിമെയ്ഡ് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. കിട്ടുമോയെന്നറിയില്ല. കാരണം ഞാൻ അധികം കട്ടിങ് ഇല്ലാത്ത ഗൗൺ ടോപ്പാണ് കേട്ടോ ഇടാറ്. അപ്പോൾ അത് കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ആദ്യം വിചാരിച്ചു മെറ്റീരിയൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു കടയിൽ കയറിയതാണ്. പിന്നെ കടയിൽ നിന്നൊന്നും ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം ഞാൻ തന്നെ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് പിന്നെ എന്തായാലും ഞാൻ തന്നെ തിരയും വേണമല്ലോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത്. ഫിദു കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവൻ വീഡിയോ എടുത്തോളും. എനിക്കൊക്കെ സെലക്ട് ചെയ്യുക. പക്ഷേ വീഡിയോ എടുക്കലും സെലക്ട് ചെയ്യലും കൂടെ ഞാനാവുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ആദ്യം താത്തക്ക് സാരി നോക്കിയായിരുന്നു കേട്ടോ. താത്തക്ക് സാരി കിട്ടി. അങ്ങനെ 2 സാരിയൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. അവിടെ എനിക്ക് ചുരിദാർ കിട്ടിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ കട്ടിങ് ഇല്ലാത്ത ഗൗൺ ടോപ്പ് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പം അത് കിട്ടിയില്ല. അങ്ങനെ ഇവിടുന്ന് പിന്നെ ഇറങ്ങി. പിന്നെ ഷിനുവിനും അച്ചുവിനും മെറൂണ് മെറ്റീരിയൽ കിട്ടേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേറൊരു കടയിൽ കയറിയിട്ട് അവിടുന്ന് വാങ്ങിച്ചു.
കാരണം തലേ ദിവസം ഡ്രസ് കോഡിന് മെറൂണാണ് കേട്ടോ. അപ്പം മക്കൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളതൊക്കെ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇവിടെ ഈ കടയിൽ നിന്ന് അതും വാങ്ങിച്ചു. പിന്നെ എനിക്ക് ആദ്യം മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്നായിരുന്നു. പക്ഷേ എനിക്ക് റെഡിമെയ്ഡ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടുന്ന് വാങ്ങിക്കാതെ ഇറങ്ങി. കാരണം ഒരു പാർട്ടി വെയർ ഒന്നാകുമ്പോൾ നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ചാൽ അത്ര അങ്ങോട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മിഠായി തെരുവ് പോയിട്ടോ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ അന്ന് ഇടാൻ വേണ്ടിയിട്ട് അച്ചുവിനും ഷിനുവിനും റെഡിമെയ്ഡ് ഡ്രസ്സ് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് മിഠായി തെരുവിൽ പോയത്. പക്ഷേ മിഠായി തെരുവിൽ നിന്ന് അച്ചുവിനും ഷിനുവിനും കിട്ടിയില്ല. പിന്നെ എനിക്കും അച്ചുവിനും ഷിനുവിനും സിൽക്ക് മന്ദിറിൽ നിന്നാണ് കേട്ടോ റെഡിമെയ്ഡ് ഡ്രസ്സ് കിട്ടിയത്. അവിടെ അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഗൗൺ ടോപ്പും അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷിനുവിൻ്റെ അച്ചുവിൻ്റെ ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് കിട്ടിയത്. സോറി, അച്ചുവിൻ്റെത് മിഠായി തെരുവിൽ നിന്ന് കിട്ടി, ഷിനുവിൻ്റെതും എൻ്റെതുമാണ് സിൽക്ക് മന്ദിറിൽ നിന്ന് കിട്ടിയത്. അച്ചുവിൻ്റെത് മിഠായി തെരുവിൽ നിന്ന് ഒരു ചെറിയ കടയിൽ നിന്ന് കിട്ടി. ഇൻഷാ അല്ലാ അവരുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ കല്യാണത്തിൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നില്ല, എല്ലാം തയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം കൈ വയ്ക്കാനുണ്ട് ചിലതിനൊക്കെ, എൻ്റെത് ഷേപ്പ് ആക്കാനൊക്കെ കൊടുത്തതാണ്. അങ്ങനെ സിൽക്ക് മന്ദിറിൽ നിന്ന് ഡ്രസ്സൊക്കെ നോക്കുകയാണ് കേട്ടോ. ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വീഡിയോസൊന്നും ഇവിടെ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ക്യാമറ പിടിക്കലും സെലക്ട് ചെയ്യലും കൂടെ നടക്കൂല എന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് അനീഫ്ക ബില്ല് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ മുൻഭാഗം മാത്രം വീഡിയോ എടുത്താണ് കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് കണ്ടോ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ എന്ത് ഭംഗിയല്ലേ അവർ ഇങ്ങനെ റെഡിയാക്കി വെച്ചത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാ കല്യാണ വീഡിയോയിൽ ഡ്രസ്സും എല്ലാം കാണിക്കാം കേട്ടോ. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ഒരുവിധം ടെക്സ്റ്റൈൽസൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ട്രീ ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ എല്ലായിടത്തും ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനായിട്ട് ഒരുവിധം കടകളിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാണ്. കാരണം ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.